ഗോൾ കീപ്പേഴ്സിന് അത്യാവശ്യം വേണ്ട 10 ഫുട്ബോൾ ഗിയേഴ്സ് അല്ലെങ്കിൽ ഫുട്ബോൾ എക്യുപ്മെന്റ്സ് ഏതാണെന്നും ഓൺലൈനിൽ ഈ എക്യുപ്മെന്റ്സിന്റെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പം നിങ്ങളൊരു ഗോൾ കീപ്പർ ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലയബിൾ ആയിട്ട് തോന്നുന്നു, നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കാര്യം അത് ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഗോൾ കീപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് വീഡിയോസ്, ഗോൾ കീപ്പർ ടിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലായ UK മലയാളി ഗോൾ കീപ്പറിലാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഔട്ട് പ്ലേയേഴ്സിനേക്കാളും കൂടുതൽ ഗിയേഴ്സ് അല്ലെങ്കിൽ ഫുട്ബോൾ എക്യുപ്മെൻറ്റ്സ് ആവശ്യമുള്ള ഒരു പൊസിഷനാണ് ഗോൾ കീപ്പേഴ്സ്. അപ്പം നമ്മൾ ഗോൾ കീപ്പേഴ്സ് പലപ്പോഴും പുതിയ സാധനങ്ങൾ, അതായത് ഈ എക്യുപ്മെൻറ്റ്സ് വാങ്ങുമ്പം നമ്മൾ കൂടുതലും ഓൺലൈനിൽ വാങ്ങുന്ന ആൾക്കാരാണ്. അപ്പം ഓൺലൈനിൽ വാങ്ങുമ്പോൾ അതൊരു 50-50 ചാൻസാണ്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം അതേ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടണമെന്നില്ല. ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ആവശ്യമുള്ള ഗിയേഴ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, ഓൺലൈനിൽ അത്യാവശ്യം റേറ്റിങ്ങും നമ്മൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, ഈ ബ്രാൻഡ്സിൻ്റെ ഒന്നും ഒരു പ്രൊമോഷനും അല്ല ഈ വീഡിയോ. എനിക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പം ഓക്കെ ആണെന്ന് തോന്നിയ കുറച്ച് ബ്രാൻഡ്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത് ഒരു തരത്തിലുള്ള ഒരു ബ്രാൻഡിൻ്റെയും പ്രൊമോഷൻ അല്ല. അപ്പം എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ അപ്പർ ബോഡി ടൈറ്ററാണ്. അതായത് കംപ്രഷൻ ടീഷർട്ട് എന്ന് പറയാം, ബേസ് ലെയർ എന്ന് പറയാം, ഇങ്ങനെയൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ്. നമ്മൾ കോമൺലി ടൈറ്റർ എന്ന് പറയും. അപ്പോൾ ഗോൾ കീപ്പേഴ്സിൻ്റെ ചിലപ്പോൾ നമ്മൾ ഹാഫ് സ്ലീവ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൈവ് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് സ്ക്രാച്ച് ആവാതിരിക്കാനും ഒക്കെയാണ് മെയിൻലി നമ്മൾ ഈ ടൈറ്റർ ഒരുവിധം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്പർ ബോഡി ടൈറ്റർ 3 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കംപ്രഷൻ ടീഷർട്ട് ഉണ്ട്, പിന്നെ ഒന്ന് പാഡഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, മൂന്നാമത്തത് തെർമൽസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഈ കംപ്രഷൻ ടീഷർട്ട് എന്ന് പറയുമ്പോൾ നോർമൽ ടൈറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോർമൽ വെതറിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈറ്ററാണ് ഈ കംപ്രഷൻ ടീഷർട്ട്. അതിൽ മെയിൻലി നമുക്ക് 2 ബ്രാൻഡാണുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഷാക്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡാണ്. ഇതിന് അത്യാവശ്യം നല്ല റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഫുൾ സ്ലീവ് യൂസ് ചെയ്യുന്നവർക്ക് ഫുൾ സ്ലീവ് യൂസ് ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്ക് ഇതിന്റെ ഹാഫ് സ്ലീവും അവൈലബിൾ ആണ്. അപ്പോൾ പ്രോഷാക്സ് നല്ലൊരു ചോയ്സ് ആണ്. ഇനി രണ്ടാമത് വരുന്നതാണ് ജസ്കെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ടൈറ്റർ. അതും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ്, നല്ല റേറ്റിംഗ് ഉണ്ട്. ജസ്കെയറിൻ്റെത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഓക്കെ ആയിട്ട് തോന്നിയ ഒരു ബ്രാൻഡാണ്. അപ്പം ഇത് മൂന്നുമാണ് നോർമൽ കംപ്രഷൻ ടീഷർട്ടിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി പാഡഡ് ആയിട്ട് വരുന്നുണ്ട്. പാഡഡ് ആയിട്ട് വരുന്നതിൽ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, പാഡഡ് ആയിട്ട് വരുന്നത് കുറച്ച് എക്സ്പെൻസീവാണ്, കുറച്ച് നല്ല എക്സ്പെൻസീവാണ്. ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും പാഡഡ് ആയിട്ടുള്ള ടൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ബ്രാൻഡാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ പാഡഡ് ആയിട്ട് വരുന്ന ഈ അപ്പർ ടൈറ്ററിനകത്ത് സ്റ്റൊറേലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ വില കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ നല്ല റേറ്റിംഗ് ഉണ്ട്. പക്ഷേ വില കുറച്ച് എക്സ്പെൻസീവാണ്. ഏതാണ്ട് ഒരു 17,000 രൂപയോളം വരുന്നുണ്ട്. എന്തായാലും 17,000 രൂപയ്ക്കുള്ള ഒരു ടൈറ്ററൊന്നും നമുക്കിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പാഡഡ് ആയിട്ടുള്ള ഒരു നല്ല ബ്രാൻഡ് ആയതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്തതാണ്, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനി മൂന്നാമത് വരുന്ന ഒരു കാറ്റഗറിയാണ് തെർമൽസ്. അതായത് അപ്പർ ബോഡി ടൈറ്ററിൽ തെർമൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് തണുത്ത വെതറിൽ നമ്മൾ കളിക്കുമ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നോർത്തിലോട്ടൊക്കെ പോയി എപ്പോഴെങ്കിലുമൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും തെർമൽസ് യൂസ് ചെയ്യുക. തെർമൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തണുക്കത്തില്ല എന്നല്ല, അതിനൊരു ബേസ് ലെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് എസ്കേപ്പ് ആവാതെ ബോഡി ഹീറ്റായി തന്നെ വോമായി തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതൊരു ടൈറ്റർ പോലെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. തെർമൽസിൽ അത്യാവശ്യം നല്ലൊരു റേറ്റിംഗ് ഉള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവർ ക്വിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് നല്ലൊരു റേറ്റിംഗ് ഉള്ള ഒരു ബ്രാൻഡാണ്. അപ്പം ഇത്രയും ബ്രാൻഡ്സ് ആണ് നമുക്ക് അപ്പർ ടൈറ്റർ എന്നുള്ള കാറ്റഗറിയിൽ. ഡെഫിനറ്റ്ലി നിങ്ങൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇനി രണ്ടാമത് വരുന്നതാണ് ലോവർ ടൈറ്റർ. ലോവർ ടൈറ്റർ നമുക്ക് ഷോർട്സ് ആയിട്ടുള്ളതുകൊണ്ട്, പാൻസ് ആയിട്ടുള്ളതുകൊണ്ട്, 3/4 ആയിട്ടുള്ളതുകൊണ്ട്. അപ്പം അതിനും പല പല ബ്രാൻഡുകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാഡഡും ഉണ്ട്, അതിനും നോർമൽ ആയിട്ടുള്ളതുകൊണ്ട്. ഇപ്പം നോർമൽ ആയിട്ടുള്ള ലോവർ ടൈറ്ററിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ജസ്കെയർ തന്നെയാണ്. ജസ്കെയറിൻ്റെ ലോവർ ടൈറ്ററും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം ഡ്യൂറബിളും ആണ്, റിലയബിളും ആണ്. രണ്ടാമത് വരുന്ന ഒരു ബ്രാൻഡാണ് ജസ് റൈഡർ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലോവർ ടൈറ്ററാണ്. ഇനി വരുന്ന കാറ്റഗറിയാണ് പാഡഡ്. പാഡഡ് അത്യാവശ്യം ഞാൻ പറഞ്ഞു നല്ല കോസ്റ്റ്ലി ആയിരിക്കും. റിയൂഷിൻ്റെ ഈ ഒരു പാൻറ്റ്, പക്ഷേ അതിന് 9,000 രൂപയാണ്. പിന്നെ ഉള്ള പാഡഡ് ആയിട്ടുള്ള കംപ്രഷനാണ് ജെല്ലി ബ്രോ മെൻസിൻ്റെ പാഡഡ് കംപ്രഷൻ പാൻസ്. പക്ഷേ അതും കുറച്ച് കോസ്റ്റ്ലിയാണ്, 6,000 രൂപയോളം വരുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു പ്രോഡക്റ്റാണത്. സോ ഇത്രയാണ് ലോവർ ടൈറ്ററിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്രാൻഡ്സ്.
അടുത്ത ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഗ്രിപ്പ് സോക്സ് ആണ്. ഇപ്പോഴത്തെ മോഡേൺ ഫുട്ബോളിൽ ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് നമ്മുടെ സോക്സ് രണ്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഗ്രിപ്പ് സോക്സും പിന്നെ അതിന് മുകളിലായിട്ട് ഒരു ഫുട്ബോൾ സോക്സ് സ്ലീവും ആണ് യൂസ് ചെയ്യുന്നത്. ഗ്രിപ്പ് സോക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടും, കുറച്ചുകൂടെ ബോഡി ബാലൻസിങ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗ്രിപ്പ് സോക്സ് ഇപ്പം അത്യാവശ്യം ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് ട്രൈ ചെയ്യുന്നതാണ്. ഗ്രിപ്പ് സോക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഗ്രിപ്പ് സോക്സിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു റബ്ബർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ചെറിയ ചെറിയ മാർക്കിങ്സ് നമുക്ക് കാണാം. നമ്മളെ പറ്റിക്കാനായിട്ട് പലരും ഇത് പ്രിന്റ് ചെയ്തിട്ടൊക്കെ അടിച്ചു തരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് വെറും ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. അതുപോലെ തന്നെ നല്ല എലാസ്റ്റിസിറ്റി ഉള്ള വലിയ ടൈപ്പ് ഗ്രിപ്പ് സോക്സ് യൂസ് ചെയ്യുക. പിന്നെ മെറ്റീരിയൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കാലിലൊക്കെ മറ്റേ ബ്ലിസ്റ്റേഴ്സ് ഉണ്ട്, കുമിളകൾ, അതുപോലത്തെ സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഗ്രിപ്പ് സോക്സ് തന്നെ സെലക്ട് ചെയ്യുക. ഇപ്പം ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രിപ്പ് സോക്സ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് NHCDFA, ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ഗ്രിപ്പ് സോക്സ് ആണ്. അപ്പം NHCDFA പറയാൻ നല്ല പാടാം. അപ്പം ഈ ബ്രാൻഡ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഇനി രണ്ടാമത്തെ ബ്രാൻഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ വെറോസ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെയാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രോ ബ്രാൻഡിനേക്കാൾ കുറച്ചുകൂടെ റേറ്റിംഗ് ഉള്ളതാണ്. ഇതിനും ഞാൻ പറഞ്ഞതുപോലെ ആ ഗ്രിപ്പിങ്ങിൻ്റെ ഭാഗം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് നമുക്ക് റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഗ്രിപ്പ് സോക്സിൻ്റെ കാര്യത്തിൽ. അടുത്തതായി വരുന്ന ഫുട്ബോൾ എക്യുപ്മെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിൻ ഗാർഡുകളാണ്. നമ്മൾക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ്. ഷിൻ ഗാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിക്ട് ടീമിൻ്റെ ഗെയിം പോലും കളിക്കാൻ പറ്റത്തില്ല. സോ ഷിൻ ഗാർഡ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു ഗിയറിന് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഷിൻ ഗാർഡ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ കളിക്കരുത്. അപ്പോൾ ഷിൻ ഗാർഡിൻ്റെ കാര്യത്തിലും നമുക്ക് രണ്ട് ടൈപ്പ് ഷിൻ ഗാർഡുകൾ വരുന്നുണ്ട്. ഒന്ന് ആംഗിൾഡ് ഷിൻ ഗാർഡ് വരുന്നുണ്ട്, പിന്നെ അല്ലാതെ നമ്മുടെ നോർമൽ ഷിൻ ഗാർഡ് വരുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഷിൻ ഗാർഡിൻ്റെ സൈസ് കുറഞ്ഞു വന്ന് ഏതാണ്ട് ഇത്രയുള്ള ഷിൻ ഗാർഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും നിങ്ങൾ ഇത്രയും സൈസിലുള്ള ഈ ഷിൻ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യരുത്. കാര്യം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേഞ്ചർ നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ ഫുൾ കവർ ചെയ്യേണ്ട ഏരിയ ഇത് ഒരിക്കലും കവർ ചെയ്യത്തില്ല എന്ന് മാത്രമല്ല അത് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഷിൻ ഗാർഡിന് പ്രോപ്പറായിട്ട് ഒരു സൈസ് ഉണ്ട്. ആ ഒരു സൈസിലുള്ള ഷിൻ ഗാർഡ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഓക്കെ, ഷിൻ ഗാർഡുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് നിവ്യയുടെ തന്നെ ഷിൻ ഗാർഡാണ്. നിങ്ങൾക്ക് ഈ ഒരു നിവ്യയുടെ ക്ലാസിക് ഷിൻ ഗാർഡ് യൂസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വരുന്ന ഷിൻ ഗാർഡാണ് നിവ്യയുടെ ഡോമിനേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ്. ഇതും നമുക്ക് അത്യാവശ്യം സേഫ്റ്റി തരുന്ന സൈസിലാണ് ഈ ഒരു ഷിൻ ഗാർഡ് ഉള്ളത്. ചിലർ നോർമൽ ടൈപ്പിനേക്കാൾ കൂടുതൽ ആംഗിൾ ഷിൻ ഗാർഡുകളാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷിൻ ഗാർഡാണ് ഈ നിവ്യയുടെ സ്പീഡി വിത്ത് ആംഗിൾ അഡ്ജസ്റ്റബിൾ ഷിൻ ഗാർഡ് എന്ന് പറയുന്നത്. വിലയും അഫോർഡബിൾ ആണ്, നല്ല റേറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇതത്ര ഈസി ഓഫ് യൂസ് അല്ല. നമുക്ക് മറ്റേ ഷിൻ ഗാർഡ് പെട്ടെന്ന് വെച്ച് കളിക്കാവുന്ന നമുക്ക് ഇത് അത്ര എളുപ്പമൊന്നുമല്ല നമുക്ക് ഷിൻ ഗാർഡ്, ഈ ആംഗിൾഡ് ഷിൻ ഗാർഡ് യൂസ് ചെയ്യാൻ. പക്ഷേ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ആംഗിൾഡ് ഷിൻ ഗാർഡാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നോർമൽ ആണെങ്കിൽ നിവ്യയുടെ മറ്റേ രണ്ട് ഡോമിനേറ്ററും അതുപോലെ തന്നെ മറ്റേതും ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഷിൻ ഗാർഡ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഫണ്ടിനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഗ്രൗണ്ടുകളിൽ ചുമ്മാ കളിക്കുമ്പോഴെങ്കിൽ പോലും ഷിൻ ഗാർഡ് യൂസ് ചെയ്യാതെ കളിക്കാം. അഞ്ചാമതായിട്ട് ഗോൾ കീപ്പേഴ്സിന് ആവശ്യമുള്ള, ഗോൾ കീപ്പേഴ്സിനല്ല എല്ലാ ഫുട്ബോളേഴ്സിനും ആവശ്യമുള്ള എക്യുപ്മെൻ്റാണ് ഫുട്ബോൾ ബൂട്ട്. ഫുട്ബോൾ ബൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു കടലിൽ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാര്യം ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഈ ബ്രാൻഡ്സിൻ്റെ തന്നെ പല മോഡലുണ്ട്. അപ്പോൾ ഞാനത് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, എനിവേ ബൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ രണ്ട് ടൈപ്പ് ബൂട്ട് നമുക്കിപ്പം നിലവിൽ നാട്ടിൽ യൂസ് ചെയ്യാം. ഒന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലും ഹാർഡ് ഗ്രൗണ്ടുകളാണ്. അപ്പം ഹാർഡ് ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന ബൂട്ടും രണ്ടാമതായിട്ട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും അതായത് ടർഫിൽ യൂസ് ചെയ്യുന്ന ബൂട്ടും. ഈ ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ തന്നെ പോവുക, കമൻറ്റ് ചെയ്യുക. ഹാർഡ് ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ ബ്രാൻഡ്സ് ഏതൊക്കെയാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. കാര്യം ഒരുപാട് ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് വരും. ഇനി അടുത്തതായിട്ട് ഗോൾ കീപ്പേഴ്സിന് ആവശ്യമുള്ള ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഗ്ലൗസ് ആണ്. ഫുട്ബോൾ ബൂട്ടിനെ പറ്റി പറഞ്ഞതുപോലെ ഫുട്ബോൾ ഗ്ലൗസിൻ്റെ കാര്യം പറയാൻ നിന്ന് കഴിഞ്ഞാലും കടൽ പോലെ ബ്രാൻഡുകളുണ്ട്, കടൽ പോലെ അതിൻ്റെ മോഡൽസ് ഉണ്ട്. ഒരുപാട് തവണ നമ്മൾ സംസാരിച്ച ഒരു ടോപ്പിക്കാണ്. ഒരു ഫുട്ബോൾ ഗ്ലൗസ് സെലക്ട് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് ബ്രാൻഡുകളാണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിനകത്ത് കമൻറ്റ് സെക്ഷനിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം, കൂടുതൽ എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ റീലിലാണ് ഒരുപാട് പേര് നല്ല ബ്രാൻഡഡ് ഗ്ലൗസിൻ്റെ സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതൊന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അന്ന് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. കാര്യം ഒരുപാട് ആൾക്കാർ അത് കാരണം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയ ഫുട്ബോൾ ഗ്ലൗസിൻ്റെ ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നാട്ടിലെ ഗ്രൗണ്ടുകളുടെ സെവൻസ് ഫുട്ബോൾ കളിക്കുന്നവരായാലും മെയിൻലി സെവൻസ് ഫുട്ബോൾ കളിക്കുന്നവരായാലും ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്ലൗസ് വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഒരു 10,000 രൂപയുടെ ഒരു ഗ്ലൗസ് അല്ലെങ്കിൽ 5,000 രൂപയുടെ ഒരു ഗ്ലൗസുമായിട്ട് ഒരു ഗ്രൗണ്ടിൽ ഫസ്റ്റ് ദിവസം കളിക്കാൻ ചെല്ലുന്നു. ആദ്യത്തെ ഒരു സേവ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ലാറ്റക്സിൻ്റെ ഒരു
കാൽഭാഗവും കീറിപ്പോയി കഴിഞ്ഞാൽ അപ്പം നമുക്കുണ്ടാകുന്ന ഒരു വിഷമം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് ലോക്കൽ സാധനം മതി. നമ്മളുടെ പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ലോക്കൽ സാധനമാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ബ്രാൻഡഡ്, അധികം ബ്രാൻഡ് വാല്യൂവും അധികം എക്സ്പെൻസീവ് അല്ലാത്ത ഗ്ലൗസുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ റീലിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡൗട്ട് ക്ലിയർ ആയിട്ട് നല്ല ബ്രാൻഡുകൾ കിട്ടുന്നതായിരിക്കും. ഇനി ഏഴാമതായിട്ട് നമുക്ക് വേണ്ട എക്യുപ്മെൻ്റാണ് ടേപ്സ്. ഗോൾ കീപ്പേഴ്സിന് ഫിംഗർ ഇഞ്ചുറീസ്, റിസ്റ്റ് ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം ഈ ബോഡി പാർട്ടിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് ഫുട്ബോൾ ടേപ്സ് എന്ന് പറയുന്നത്. ഞാൻ ഫുട്ബോൾ ടേപ്പിങ്ങിനെ പറ്റിയുള്ളൊരു വീഡിയോയും ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എങ്ങനെ നമുക്ക് ഒരു ഫിംഗർ ടേപ്പ് ചെയ്യാം, എങ്ങനെ നമുക്ക് റിസ്റ്റ് ടേപ്പ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യുന്നതാണ്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് 2 പ്രോഡക്റ്റുകളുടെ ടേപ്പാണ്. സിങ്ക് ഓക്സൈഡ് ടേപ്പുകളാണ് മെയിൻലി നമ്മൾ ഫിംഗർ ടേപ്പിങ്ങിനും റിസ്റ്റ് ടേപ്പിങ്ങിനും യൂസ് ചെയ്യുന്നത്. 2 ബ്രാൻഡ്സിൻ്റെ സിങ്ക് ഓക്സൈഡ് ടേപ്പുകളാണ് നമുക്ക് നിലവിൽ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടും ഒരു 350-400 റേഞ്ചിലാണ് വരുന്നത് ഒരു പീസിന്. അപ്പം ഫസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് ക്യൂറാഫിറ്റ് ആണ്. രണ്ടാമതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റൈലിയുടെയും ക്യൂറാഫിറ്റിൻ്റെയും സിങ്ക് ഓക്സൈഡ് ടേപ്പുകളാണ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല റേറ്റിംഗും കാര്യങ്ങളുണ്ട്, വിലയും അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ സിങ്ക് ഓക്സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് തന്നെ കളിക്കുക, നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പാക്കുക. 8ാമതായിട്ട് നമ്മൾ ഫുട്ബോൾ പ്ലേയേഴ്സിന് ആവശ്യമുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് സിപ്പർ ബോട്ടിൽ. അപ്പോൾ നമ്മളൊരിക്കലും സിപ്പർ ബോട്ടിലിന് സാധാ ബോട്ടിൽ പോലെ സിപ്പർ ബോട്ടിൽ കൊണ്ട് കാര്യമുണ്ട്. അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത് ഹൈഡ്രേറ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് ഫുട്ബോൾ കളിയുടെ സമയത്തായാലും അതിന് മുമ്പായാലും അതിന് ശേഷമായാലും നമ്മളുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് ഇല്ല എങ്കിൽ നമ്മളുടെ മസിൽസ് പെട്ടെന്ന് ടയേർഡ് ആവാനും ഈ ടയേർഡ് മസിൽസ് കാരണം നമ്മുടെ പെർഫോമൻസ് പെട്ടെന്ന് താഴെ പോകാനും ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. സിപ്പർ ബോട്ടിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെ യൂസ് ചെയ്യുക. കാര്യം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് വില കുറഞ്ഞ പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുള്ള സിപ്പർ ബോട്ടിലുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണ്. ചിലപ്പം ഉച്ചയ്ക്ക് കളി നടക്കുന്ന സമയങ്ങളൊക്കെ വൺ ഡേ ടൂർണമെൻ്റൊക്കെ കളിക്കുന്നവർക്ക് ഉച്ചയ്ക്ക് കളി നടക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാം. അപ്പോൾ നല്ല ചൂടടിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് ഉരുകാനും അതിൻ്റെ ആ ഒരു വിഷാംശങ്ങളൊക്കെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ലോക്കൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ സിപ്പർ ബോട്ടിലുകൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ അത്യാവശ്യം നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയ സിപ്പർ ബോട്ടിൽസ് ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള 2-3 സിപ്പർ ബോട്ടിലുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ബ്രാൻഡുകൾ. അതിലൊന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അട്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സിപ്പർ ബോട്ടിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ XRT65 എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ സിപ്പർ ബോട്ടിലും അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. മൂന്നാമതായിട്ട് പാവാഹൈ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് സിപ്പറാണ്, നമുക്ക് സ്ക്വീസ് ചെയ്ത് തന്നെ കുടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇനി 9ാമത് വരുന്ന ഒരു എക്യുപ്മെൻ്റാണ് ആം സ്ലീവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈറ്ററൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബ്ലി നിങ്ങൾക്ക് ബോഡി ചൂട് കൂടുതലായിരിക്കും. കാര്യം 2 ലെയർ, ഒന്ന് ടൈറ്റർ വരുന്നുണ്ട്, പിന്നെ ജേഴ്സി വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ, ഹാഫ് സ്ലീവ് ജേഴ്സി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടൈറ്ററിന് പകരം നിങ്ങളുടെ കൈ പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഈ ആം സ്ലീവ്സ് എന്ന് പറയുന്നത്. ആം സ്ലീവ്സും 2 ടൈപ്പ് വരുന്നുണ്ട്, ഒന്ന് പാഡഡും ഒന്ന് നോർമൽ ടൈപ്പും. നിങ്ങൾ മിക്കവരും ഓൺലൈനിൽ ആം സ്ലീവ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചേച്ചിമാർ അല്ലെങ്കിൽ ബൈക്ക് യൂസ് ചെയ്യുന്നവരൊക്കെ വെയിലൊക്കെ കറക്കാതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന, അത് വെയിലിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, ഡ്യൂറബിൾ ആയിരിക്കത്തില്ല, നല്ല കട്ടി കാണത്തില്ല. അപ്പോൾ നിങ്ങൾ മിക്കവരും ആമസോണിലൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് ഫുട്ബോൾ ഗോൾ കീപ്പേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കത്തില്ല. സോ ഞാൻ ഈ പറയുന്ന ബ്രാൻഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗോൾ കീപ്പേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ്സ് ആയിരിക്കും. ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഓട്ടോഫൈ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ആം സ്ലീവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. YQXCC എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഇത് ഞാൻ ആദ്യം പറഞ്ഞ ബ്രാൻഡിനേക്കാൾ കുറച്ചുകൂടെ കട്ടി കൂടിയതും നമുക്ക് ഇലാസ്റ്റിസിറ്റി ഒക്കെ കൂടിയ ഒരു ബ്രാൻഡാണ്. ഇനി പാഡഡ് ആയിട്ടുള്ള ആം സ്ലീവ്സ് ഉണ്ട്. നമ്മൾ പാഡഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൽബോസിനൊക്കെ പ്രോപ്പർ പ്രൊട്ടക്ഷനാണ്. ഈ പാഡഡ് ആം സ്ലീവ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചു സേഫ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഈ കോർടെക് എന്ന് പറയുന്ന ഈ പാഡഡ് കംപ്രഷൻ ആം സ്ലീവ് അത് 850 രൂപയാണ്. പക്ഷേ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്, റേറ്റിംഗും ഉണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സൂപ്പർ വെക് പ്രോ എന്ന് പറയുന്ന ഈ പാഡഡ് ആം സ്ലീവ്സ്. കൂടുതലും ഹാഫ് സ്ലീവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആം സ്ലീവ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി വരുന്ന 10ാമത്തെയും അവസാനത്തെയും എക്യുപ്മെൻ്റാണ് ബൂട്ട് ബാഗ്. ഈ എസ്ഫൈൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ബൂട്ട് ബാഗ്. പക്ഷേ ഇത് അത്യാവശ്യം വലുതും നമ്മുടെ ഗോൾ കീപ്പേഴ്സിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും സ്റ്റോർ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യം ഹാൻഡി ആയിട്ടുള്ള, അത്യാവശ്യം കാണാൻ ലുക്കും ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ബൂട്ട് ബാഗാണ്. ഈ ഫാറ്റ്മഗ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ബാഗാണ്. ഇതിനകത്താകുമ്പോൾ കുറച്ചുകൂടെ സ്പേസ്, ഞാൻ ആദ്യം പറഞ്ഞ ബ്രാൻഡിനേക്കായും കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്, അഫോർഡബിൾ റേറ്റുമാണ്, അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ഫുട്ബോൾ ഗിയേഴ്സ്, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള 10 ഫുട്ബോൾ ഗിയേഴ്സാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിച്ചത്. ചിലപ്പം ഈ പറയുന്ന ബ്രാൻഡുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരും ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്തേക്കുക. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാ ടൈപ്പ് കമൻറ്റുകളും സ്വീകരിക്കുന്നതാണ്. കാരണം നമുക്ക് വേണ്ടത്
ഈ ഒരു വീഡിയോ കൊണ്ട് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകുക എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ചാനലായ UK മലയാളി ഗോൾ കീപ്പർ നിങ്ങൾ ഇതേവരെ ചെക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. മാത്രമല്ല ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കുക. കൂടുതൽ പറഞ്ഞ് നീട്ടി വഷളാക്കുന്നില്ല അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.